രാമേശ്വരം ധനുഷ്കോടിയിൽ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ തീരത്തടിഞ്ഞു. ബീച്ച് പരിസരത്താണ് 50 ബാഗ് കെമിക്കൽ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തിയത്. എ.കെ. സ്റ്റെഫിൻ ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ സ്റ്റെഫിൻ, എന്താണ് ഇപ്പോൾ ഈ കടലിലുണ്ടാകുന്ന വലിയ ആശങ്കകളൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടാണോ? എന്താണിപ്പോൾ ഈ അടിഞ്ഞ് തീരത്തേക്ക് എത്തുന്ന ഈ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ അതിൽ കെമിക്കലാണെന്ന് സ്ഥിരീകരിച്ചുവോ? പ്രജീഷ്, ആ കപ്പൽ മറിഞ്ഞുണ്ടായതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അടക്കം തീരപ്രദേശത്ത്, വിഴിഞ്ഞത്ത് എല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ആ കപ്പൽ മറിഞ്ഞ അതിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരത്ത് അടിഞ്ഞിരുന്നു. അതും കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക്, പ്രത്യേകിച്ചും ഒരു അറ്റത്തേക്ക് പോകുന്നു. അതായത് ധനുഷ്കോടി രാമേശ്വരം ഭാഗത്ത് വരെ ഇത് അടിഞ്ഞു കൂടിയിരിക്കുന്നു. 80-ലധികം ചാക്കുകളാണ് അവിടെ തീരത്ത് അടിഞ്ഞിരിക്കുന്നത്. അതിലുള്ളത് പ്ലാസ്റ്റിക് നർഡിലുകളാണ്, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ തരികളാണ് ഉള്ള ചാക്കിലെല്ലാം തന്നെ ഉള്ളത്. അവിടെ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അതെല്ലാം തന്നെ വൃത്തിയാക്കുന്ന നടപടികൾ പുരോഗമിച്ച് വരികയാണ്. അത് ഏകദേശം തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് നർഡിലുകളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം തീരപ്രദേശത്ത് ഈ ഒരു കപ്പൽ മറിഞ്ഞതുകൊണ്ടുള്ള പ്രശ്നം ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം ഇപ്പോഴും നമ്മുടെയൊക്കെ തീരത്ത് ഇത് വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചെറിയ ചെറിയ പ്ലാസ്റ്റിക് തരികളാണ്. അത് വൃത്തിയാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് മണലും ഇതും കൂടെ കലർന്ന സ്ഥിതിയിലാകും. അത് അരിച്ചെടുത്ത് വൃത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളാണ് നമ്മുടെ തീരത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഏറ്റവും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു മുനമ്പ് എന്ന് പറയാം, അവിടെ ആണ് ഇപ്പോൾ ഇത് അടിഞ്ഞിരിക്കുന്നത്. ശരി, രാമേശ്വരം ധനുഷ്കോടിയിൽ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ തീരത്തടിഞ്ഞു എന്ന വാർത്ത വരികയാണ്. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് കേരള തീരത്തൊക്കെ തന്നെ പലയിടങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ എത്തുന്നതിൻ്റെ തുടർച്ചയെന്നവെന്നമാണ് ഇപ്പോൾ ബീച്ച് പരിസരത്ത് 50 ബാഗ് കെമിക്കൽ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. എ.കെ. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകുന്നത്.